2000 മുതൽ ഷെയറിൽ ഇൻവോൾവ് ആയിരുന്നു. ഷെയർ അന്ന് തൃപ്രയാർ ഒരു ഓഫീസാണുള്ളത്. അന്ന് ഇതേമാതിരി നമുക്ക് ഡയറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ ചെല്ലുക, അവരുമായിട്ട് സംസാരിക്കുക, അവർ ചില ഷെയർസ് പറയും, അപ്പോൾ അത് വാങ്ങിക്കുക. അങ്ങനെയാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. അന്ന് ഞാൻ ചെയ്തിരുന്നത് ഷെയർ ഓരോരുത്തർ പറയുന്ന ഷെയറാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഞാനാലോചിച്ച് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും ഒന്ന് പഠിക്കണതിനെ പറ്റിയിട്ട്, അല്ലാതെ വെറുതെ നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. ചെയ്യണമെങ്കിൽ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിക്കുക, ഒരു 50% അതിന് വേണ്ടി ആ ഫണ്ട് ഉപയോഗിക്കുക. പിന്നെ അതുകൂടാതെ പിന്നെ ഒരു 30% നമുക്ക് സ്വിങ് ട്രേഡിന് ഉപയോഗിക്കാം. ഒരു 20% നമ്മൾ ഡേ ട്രേഡിങ്ങിന് ഉപയോഗിക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഫണ്ടല്ലേ വേണ്ടി വരുന്നുള്ളൂ. ഞാൻ കുറച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ശരിക്കും പഠിക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് ചെയ്തത്. അതെ, അല്ലാതെ വെറുതെ അങ്ങനെ ഇരുന്ന് ചെയ്യല്ല. കുറച്ച് നന്നായിട്ട് നോക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് കുറച്ച് നന്നായിട്ടൊക്കെ തന്നെ പഠിച്ചു. പക്ഷേ ഇപ്പോഴും ആയിട്ടില്ല. ഒരു സമുദ്രമാണല്ലോ. എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ. എനിക്ക് 67 വയസ്സായി. 79-ലാണ് ഞാൻ ഡിഗ്രി കഴിയുന്നത്. സയൻസിലായിരുന്നു ഡിഗ്രി, പക്ഷേ അതുമായി ബന്ധമില്ലാത്ത ഫീൽഡായിരുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് 81-ലാണ് ഞങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. 81-ൽ ഞങ്ങൾ പെട്രോൾ പമ്പിൻ്റെ ഒരു ഡീലർഷിപ്പ് കിട്ടിയിട്ട് അത് തുടങ്ങി. അത് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സായിരുന്നു. ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ബ്രദേഴ്സെല്ലാം ഫോറിനിലായ കാരണം ഞാൻ മാത്രമാണ് അത് നോക്കിയിരുന്നത്. ഫുള്ളായിട്ട് ഇൻവോൾവ് ആയിരുന്നത് ഞാൻ തന്നെയാണ്. 81-ലാണ് അത് തുടങ്ങുന്നത്. 85-ലാണ് ഞാൻ മാരേജ് ചെയ്യുന്നത്. എൻ്റെ വൈഫ് കൊടുങ്ങല്ലൂർ ആണ് അവരുടെ വീട്. അവർ ഹൗസ് വൈഫാണ്. എനിക്ക് 2 കുട്ടികൾ. മൂത്താൾ ആൺകുട്ടിയാണ്, രണ്ടാമത്തെ ആൾ പെൺകുട്ടിയാണ്. മൂത്താൾ എൻജിനീയറിങ് കഴിഞ്ഞു, ആളിപ്പോൾ അഡ്നോക്കിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ PhD കഴിഞ്ഞു, അബുദാബിയിലുണ്ട്. എല്ലാവർക്കും 2 പേർക്കും ഓരോ കുട്ടികളുണ്ട്. അങ്ങനെയാണ് അവരുടെ ഇത്. പിന്നെ പെട്രോൾ പമ്പ് തുടങ്ങിയതിന് ശേഷമാണ് ഈ ബിസിനസ്സായിട്ട് കുറച്ചും കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അന്നേ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാനന്ന് ഈ ഡീലേഴ്സിന്, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഡീലറായിരുന്നു ഞാൻ. അവിടെ ഡീലേഴ്സിന് ഈ മറ്റേ UTIയുടെ ഏജൻസി കൊടുത്തിരുന്നു, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട്സൊക്കെ തുടങ്ങുന്ന ഒരു കാലമാണ്. മ്യൂച്വൽ ഫണ്ട് വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ എന്നുണ്ട്. അപ്പോൾ അന്നത്തെ മ്യൂച്വൽ ഫണ്ട് ഈ UTI തുടങ്ങിയപ്പോൾ അവർ ആപ്ലിക്കേഷൻ ഉണ്ടാവും, നമ്മളത് കളക്ട് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അതിൻ്റെ പൈസ വാങ്ങിച്ച് അവർക്ക് അയച്ചു കൊടുത്താൽ അവർ കിട്ടും. ആ ഒരു സിസ്റ്റമായിരുന്നു അന്ന്. അങ്ങനെ പിന്നെ ആ അവസരത്തിൽ തന്നെ ഈ ഇതായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഈ ഓരോ ഷെയർസിൻ്റെ IPOs വരും. അതിൻ്റെ ആപ്ലിക്കേഷൻ സംഘടിപ്പിച്ച് ഞങ്ങളുടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അവർക്കിത് കൊടുക്കും. ആപ്ലിക്കേഷൻ അന്ന് നമ്മൾ കൈകൊണ്ട് ഫില്ല് ചെയ്ത് സിറ്റിയിൽ പോയി ബാങ്കിൽ കൊണ്ട് കാശടച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി അത് അലോട്ടഡായോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ തന്നെ ഒരു 3 മാസം എടുക്കുന്ന കാലമാണ്. അത് കഴിഞ്ഞ് ആ ഫണ്ട് റീഫണ്ടായി കിട്ടണമെങ്കിൽ വീണ്ടും ഒരു 3 മാസം കഴിയും. അങ്ങനെയായിരുന്നു അന്നത്തെ കാലം. അത് കഴിഞ്ഞ് പിന്നെ അത് കൂടാതെ തന്നെ വേറെ NIITയുടെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങിയിരുന്നു. അത് കുഴപ്പമില്ലാതെ നടന്നിരുന്നു. പിന്നെ എൻജിനീയറിങ് ബൂം വന്നപ്പോൾ അതൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ ഇൻഷുറൻസ് ചെയ്തിരുന്നു. ഇൻഷുറൻസ് കുഴപ്പമില്ലാത്ത പോയിരുന്നു. ഞങ്ങൾക്ക് കുറേ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടും. അതാണ് അതിൻ്റെ വേറൊരു ഗുണമുള്ളത്. അപ്പോൾ അത് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അതുകൂടാതെ ഈ പമ്പിൽ തന്നെ വെസ്റ്റേൺ യൂണിയൻ്റെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഡീലേഴ്സിന് കമ്പനിക്കാർ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഡീലേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്കതിന് പോയി ജോയിൻ ചെയ്യാം, അത് ചെയ്യാം. ഈ മറ്റേ വെസ്റ്റേൺ യൂണിയൻ എന്ന് പറഞ്ഞാൽ അവർ മറ്റേ ഗൾഫിൽ നിന്ന് പണം അടയ്ക്കുക, ഇവിടെ അക്കൗണ്ട് ഇല്ലാത്തവർക്കും പൈസ ഇട്ട് ഒരു നമ്പർ കൊണ്ടുവന്ന് തരും, അത് ചെക്ക് ചെയ്യുക, കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബിസിനസ്സാണ് അന്ന് ഉണ്ടായിരുന്നത്. ഈ കൈപ്പമംഗലം എന്ന് പറയുന്ന ഒരു ഗൾഫ് ഏരിയയാണ്. അവിടെ ഒരു വർഷം ഞങ്ങളൊരു 6 കോടി 7 കോടി രൂപയുടെ ബിസിനസ് ഈ വെസ്റ്റേൺ യൂണിയൻ മാത്രം ചെയ്തിരുന്നു. അപ്പോൾ വലിയ പ്രോഫിറ്റ് ഇല്ല. പക്ഷേ പെട്രോൾ പമ്പിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. നമ്മൾക്ക് ക്യാപിറ്റൽ വേണ്ട, ലിക്വിഡ് ക്യാഷ് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഈ കസ്റ്റമേഴ്സ് വരുന്നവർക്ക് അന്ന് പൈസ കൊടുക്കുക ഒരു 50,000 രൂപ, 10,000 രൂപ, 20,000 രൂപയെ മാക്സിമം കൊടുക്കണ്ടു.
അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ദിവസം നമ്മളുടെ അക്കൗണ്ട് മറ്റേ ക്രെഡിറ്റ് വരും രാവിലെ തന്നെ. അപ്പോൾ നമ്മൾക്ക് ആ പൈസ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാകുന്നൊരു സംവിധാനമാണത്. അത് പ്രോഫിറ്റബിലിറ്റി നോക്കിയാൽ കുറവാണ്. 1 lakhനൊക്കെ ഒരു 400 റുപ്പീസൊക്കെ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഈ എമൗണ്ട് കൂടുമ്പോൾ അതിൻ്റെ ആ ഒരു ചാമുണ്ടല്ലോ, അങ്ങനെയാണ്. അതൊക്കെയായിരുന്നു ഞാൻ തുടക്കത്തിൽ ചെയ്തിരുന്നത്. 2000 മുതൽ ഷെയറിൽ ഇൻവോൾവ് ആയിരുന്നു. ഷെയർ അന്ന് തൃപ്രയാർ ഒരു ഓഫീസാണുള്ളത്. അന്ന് ഇതേമാതിരി നമുക്ക് ഡയറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ ചെല്ലുക, അവരുമായിട്ട് സംസാരിക്കുക, അവർ ചില ഷെയർസ് പറയും, അപ്പോൾ അത് വാങ്ങിക്കുക. അങ്ങനെയാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. അത് കുറേ നാൾ ചെയ്തു. പിന്നെ ഈ ഓഫീസിൽ പോകേണ്ട ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പിന്നെ നമ്മളും വേറെ തിരക്കിലൊക്കെ ആകുമ്പോൾ പോക്ക് നടക്കില്ല. അങ്ങനെ അത് കുറേ നാളുണ്ടായെങ്കിൽ പിന്നെ അത് ഒഴിവായി. അത് പിന്നെ അങ്ങനെ കിടന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വർഷം മുമ്പ്, 2 വർഷമല്ല, ഒരു 5 വർഷം മുമ്പ് എനിക്കൊരു അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സർജറി വേണ്ടി വന്നു. അതൊരു ലിവർ സർജറി, കുറച്ച് സീരിയസ് ആയിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഗോൾ ബ്ലാഡറിലൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അത് വെച്ച് ഈ ലിവർ സർജറി നടത്തി അത് പകുതി കളഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ പെട്രോൾ പമ്പ് ബിസിനസ് പതുക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ അപ്പോൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഷെയർ കുഴപ്പമില്ല, പഴയ ചെയ്തിരുന്നൊരു കാര്യമല്ലേ, അത് നമ്മൾക്ക് ഈ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണിക്കാണ് അത് തുടങ്ങിയത്. അതെ, പഴയ സമയം തന്നെ. പഴയ സമയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ലേറ്റസ്റ്റ്. അന്ന് ഞാനത് നിർത്തി അവസാനിപ്പിച്ചിരുന്നു ഒരു 2000-ലൊക്കെ. അത് കുറേ ചിലരൊക്കെ നമ്മളുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ കുറേ ആളുകൾ അതിൽ ചേർന്നിരുന്നു. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും കമ്പനി എന്താണെന്നോ അല്ലെങ്കിൽ ഷെയർ എന്താണെന്നോ അറിയാത്തൊരു കാലമായിരുന്നു അന്ന്. ഒരു 2000 എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-25 കൊല്ലം മുമ്പല്ലേ. അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ ഷെയറിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോഴും എത്രമാത്രം അവയർനെസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം ഈ സർജറി കഴിഞ്ഞപ്പോൾ പിന്നെ കംപ്ലീറ്റ് ഈ മറ്റേ ബിസിനസ് ഫീൽഡ് വിട്ടപ്പോഴാണ് പിന്നെ ആലോചിച്ചത്, എന്നാൽ പിന്നെ ഒന്ന് ആക്റ്റീവ് ആവാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. രാവിലെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഫിസിക്കൽ എക്സർസൈസും ആ പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ 5 മണി തൊട്ട് ഞാൻ നടക്കാൻ പോവും, ജോഗിങ്ങും സൈക്ലിങ്ങും ഒക്കെ ഉള്ള ആൾ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 7-8 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും. പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേ, അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് ആക്റ്റീവ് ആവണ്ടേ. ശരിക്കും നമ്മൾക്കൊരു അങ്ങനത്തെ ഒരു കറക്റ്റായിട്ടൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും ഒരു ടൈംലി കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഇത് 9:15 ബിസിനസ് തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും 9 മണിക്കുള്ളിൽ റെഡി ആവണം, ഒന്ന് ഫ്രഷപ്പായി ആകപ്പാടൊന്ന് ശരിയാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് തുടങ്ങിയത്. രാവിലെ അത് കുറേ നാൾ, എനിക്ക് തോന്നുന്നു 15 വർഷമൊന്നുമല്ല, അതിന് മുമ്പേ തന്നെ ഫസ്റ്റ് യോഗയായിരുന്നു. യോഗ പിന്നെ ഇക്കാക്കി പറഞ്ഞാലൊരു ചെറിയ ബ്രീത്തിങ് അത് ചെയ്തപ്പോൾ പിന്നെ അത് നിർത്തിയിട്ടാണ് പിന്നെ സൈക്ലിങ്ങും നടത്തവും ഒക്കെ തുടങ്ങി. അത് കറക്റ്റായിട്ട് എന്നും ആ ടൈം 5 o'clock എഴുന്നേൽക്കുക, പ്രയർ കഴിയുക, പോവുക, 7:45 വീട്ടിൽ വരിക, അത് കഴിഞ്ഞാൽ പേപ്പർ വായിക്കുക, പിന്നെ ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ട്രേഡിങ്ങിന് ഇരിക്കുക. ഇപ്പോഴത്തെ ആളുടെ റൂട്ടീൻ അതാണ്. ഈ സർജറി കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ പിന്നൊക്കെ ജോയിൻ ചെയ്തത്. അതിൽ പിന്നെ ഇപ്പോൾ ഇക്കാടെ റൂട്ടീൻ അതാണ്. പിന്നെ പമ്പിൽ പോകുമ്പോൾ തീരെ അങ്ങനെ ആക്റ്റീവായിട്ടിരുന്നില്ല, എന്തെങ്കിലും അങ്ങനെ അതൊന്നുമല്ല. അതിന് ഇപ്പോൾ ആക്റ്റീവായ പിന്നെ അതാണ് ഇക്കാടെ റൂട്ടീൻ. അതിൽ പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷെയർ അന്ന് ഞാൻ ചെയ്തിരുന്നത് ഷെയർ ഓരോരുത്തർ പറയുന്ന ഷെയറാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ആലോചിച്ച് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും ഒന്ന് പഠിക്കണതിനെ പറ്റിയിട്ട്, അല്ലാതെ വെറുതെ നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. ചെയ്യണമെങ്കിൽ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പഠിക്കാനായിട്ട് ആദ്യം തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബോംബെയിലൊരു പാർട്ടിയുണ്ട്, അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു 2-3 കോഴ്സൊക്കെ അവരുടെ ചെയ്തു. കുഴപ്പമുണ്ടായില്ല, നല്ല കോഴ്സായിരുന്നു. അവർ ബേസിക്കൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ആഴ്ചയിലൊരിക്കൽ ക്ലാസ്സും അവർ കുറച്ച് ഷെയർസിനെ പറ്റി പറയും. അത് ഓരോ ഷെയർ എങ്ങനെ നമ്മൾ മറ്റേ ഫണ്ടമെൻ്റൽസ് നോക്കാനും അതിൻ്റെ ടെക്നിക്കൽസ് നോക്കാനൊക്കെ അവർ പഠിപ്പിച്ചിരുന്നു. അതിനൊരു പ്രത്യേക സോഫ്റ്റ്വെയറും തന്നിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് 365 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നു. നല്ല രസമായിട്ട് അത് കിട്ടിയിരുന്നു.
അത് നല്ല ഷെയറാണോ, അതിനെ PE നോക്കാം, അതേമാതിരി അതിൻ്റെ ഈ ഇൻട്രിൻസിക് വാല്യൂ ആ കാര്യങ്ങളെല്ലാം, അത് പെട്രോസ്കി സ്കോറ് ഒക്കെ നോക്കിയിട്ട് നമ്മൾക്ക് അതിൻ്റെ ഒരു വാല്യുവേഷൻ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് നമ്മൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. സത്യത്തിൽ ഞാനപ്പോൾ അന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ എമൗണ്ട് ഇത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതല്ല അവർ പറയണത്. നമ്മൾ ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങിക്കുക, ഒരു 50% അതിന് വേണ്ടി ആ ഫണ്ട് ഉപയോഗിക്കുക, പിന്നെ അതുകൂടാതെ പിന്നെ ഒരു 30% നമുക്ക് സ്വിങ് ട്രേഡിന് ഉപയോഗിക്കാം, ഒരു 20% നമ്മൾ ഡേ ട്രേഡിങ്ങിന് ഉപയോഗിക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ചെറിയ ഫണ്ടല്ലേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതും നമ്മൾക്കൊരു ആഡഡ് കിട്ടുന്നൊരിതാണല്ലോ. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ മറ്റേ നമ്മുടെ ബൈജു നായരുടെ ഒരു ചാനൽ കാണുകയാണ്. അപ്പോഴാണ് മില്യൺ ഡോട്ട്സിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ മില്യൺ ഡോട്ട്സ് അന്ന് ബൈജു നായരുടെ ചാനലിൽ പറയുന്നത് പ്രമാണിച്ച് നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയെന്ന്. അങ്ങനെ എൻ്റെ 2-3 സുഹൃത്തുക്കളായിട്ട് കോഴിക്കോട് ഓഫീസിൽ വരെ ഉണ്ടായി. ഓഫീസിൽ വന്ന് അവിടെ സംസാരിച്ച് അവരായിട്ട്, അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി നിങ്ങളുടെ സെറ്റപ്പും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഞാൻ അവിടെ കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ചേരുന്നത്. ഡിസംബറിൽ ചേർന്നിട്ട് അതേമാതിരി നിങ്ങളുടെ നല്ല ക്ലാസ്സാണ്, നല്ല, പിന്നെ മലയാളത്തിലാണ്, കുറേയും കൂടെ നമുക്ക് ഈസി ആക്സസിബിളാണ്. അതുകൊണ്ട് നമ്മൾക്ക് കുറേയും കൂടെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റിയിരുന്നു. ആ കോഴ്സ് ഞാൻ കുറച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ശരിക്കും പഠിക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് ചെയ്തിരുന്നു. അതെ, അല്ലാതെ വെറുതെ അങ്ങനെ ഇരുന്ന് ചെയ്യല്ല, കുറച്ച് നന്നായിട്ട് നോക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് കുറച്ച് നന്നായിട്ടൊക്കെ തന്നെ പഠിച്ചു. പക്ഷേ ഇപ്പോഴും ആയിട്ടില്ല, ഒരു സമുദ്രമാണല്ലോ. അപ്പം എന്നാലും അതിൻ്റെ ബേസിക്സൊക്കെ ഒന്ന് മനസ്സിലാക്കി. പിന്നെ അവർ ടീച്ചേഴ്സും അവരുടെ സ്റ്റാഫും നല്ല കോപ്പറേറ്റീവാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞു തരാനും അതിനൊന്നും ബുദ്ധിമുട്ടുമില്ല. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ട്രേഡിങ്ങും അവരുടെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ, അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അവരുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് ചെയ്തത്. കുഴപ്പമില്ല, ഇപ്പോൾ ഇതേവരെ നമ്മൾ നല്ലൊരു പ്രോഫിറ്റിൽ തന്നെയാണ് പോകുന്നത്, ഒട്ടും ദോഷമല്ല. അല്ല, നമ്മളതിന് നഷ്ടം വരുന്നത് സത്യത്തിൽ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു ഷെയർ വാങ്ങിക്കുന്നത് നമ്മളൊരു വലിയ വിലയിൽ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളതിന് നഷ്ടം വരുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മൾ വാങ്ങിക്കുന്ന പ്രൈസ് നമ്മൾ ശരിക്കും നോക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് ഹൈ ആയിട്ട് നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് എൻട്രി ചെയ്യാൻ താല്പര്യം. മാർക്കറ്റ് എപ്പോഴും നമ്മൾക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് വലിയ വിലയ്ക്കല്ല നമുക്ക് വിൽക്കേണ്ടത്. പക്ഷേ ഏറ്റവും ചെറിയ വിലയ്ക്ക് നമുക്ക് ഒരിക്കലും എത്ര വിവരമുള്ള ആളായാലും അത് പറ്റിയെന്ന് വരില്ല. ഏറ്റവും ചെറിയ വിലയ്ക്ക് മേടിച്ചിട്ട് ഏറ്റവും ഹൈ ആയൊരു വിലയ്ക്ക് വിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളൊരു മാക്സിമം അതിൻ്റെ ഏറ്റവും നല്ല വിലയ്ക്ക് മേടിക്കാനും അതിൽ ഇത്ര പ്രോഫിറ്റ്, നമ്മൾക്ക് ഇത്ര പ്രോഫിറ്റ് മതി എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അത് ചെയ്താൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ചിലപ്പോഴും മാർക്കറ്റ് ഡൗൺ ആവും, മാർക്കറ്റൊരു ഫ്ലോപ്പ് ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾക്ക് വാങ്ങിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണത്. അല്ലാതെ ആ സമയത്ത് നമ്മളുടെ ഫണ്ട് നോക്കുമ്പോൾ പൈസ കുറവായിരിക്കും, പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. അല്ല, അതെന്താണെന്ന് വെച്ചാൽ ട്രേഡിങ്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രേഡിങ്ങിന് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കണം, അത് പഠിക്കണം. അത് പഠിക്കാതെ ഇതിൽ ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളതിൽ ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ശരിക്ക് അതിനാണ് ബില്യൺ ഡോട്ട്സ് മാതിരിയുള്ള ആളുകൾ, മില്യൺ ഡോട്ട്സ് അല്ല അതേപോലെ എത്രയോ ആളുകളുണ്ട്, ഒരുപാട് ഇതുകളുണ്ട്. ഇപ്പം ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഓൺലൈനായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇത് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക്സ് എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ബേസിക്സും ഇല്ലാതെ നമ്മൾ കുളത്തിൽ ഒരാളെ കൊണ്ടിട്ടാൽ അയാളെങ്ങനെ രക്ഷപ്പെടും? അയാൾ ചിലപ്പോൾ രക്ഷപ്പെടും, കാരണം അയാൾക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നീന്തി കുറച്ച് വെള്ളം കുടിച്ചാലും അയാൾ രക്ഷപ്പെടും. പക്ഷേ ഇതല്ലല്ലോ ഇത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതൊന്ന് പഠിച്ച് തറവായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ തന്നെ നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ശരിക്ക് പഠിക്കാൻ, ഇതിൽ ഇറങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ കുറച്ച് പഠിക്കാനും തയ്യാറാവണം. അത് ശരിക്ക് നമ്മളെ റിട്ടയർ ചെയ്ത ആളുകൾക്കൊക്കെ വളരെ ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുക. ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച്
അതിനോട് ഇൻവോൾവ് ആയ കാര്യങ്ങൾ, ലേഖനങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എക്കണോമിക്കൽ ആ ഒരു ടൈപ്പ് ഇതുകളെല്ലാം വായിക്കുക, കുറച്ചൊരു അവയർനെസ് മനസ്സിലാക്കുക, കമ്പനികളുടെ പ്രവർത്തനം എന്താണ്, അങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ മുതൽ കാക്ക് അന്നെന്നൊക്കെ പറഞ്ഞാൽ 38 കൊല്ലം മുമ്പാണ് വരുമ്പോഴും ഇക്ക ഈ അന്നും ഇന്ത്യൻ എക്സ്പ്രസ്, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സാണ്, ഇന്നിപ്പോൾ ഹിന്ദുവാണ്, അങ്ങനെ പേപ്പറുകളും ഇതൊക്കെ അതേപോലെ ഇംഗ്ലീഷ് മാഗസിൻസൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വരുത്തി ഒക്കെ വായിക്കുമായിരുന്നു. പിന്നെ ഷെയറിലും അന്ന് മുതൽ കാക്ക് ചെറിയ ഒരു പണ്ട് മുതലേ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പിന്നെ പണ്ട് യൂണിറ്റ് ട്രസ്റ്റ് അതിൻ്റെ കുറേ അതൊക്കെ പണ്ട് ഇങ്ങനെ എടുത്തിരുന്നു. ആ പിന്നെ രാവിലെ അത് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് അത് പറയും, മൊബൈലിൽ കാണിച്ചു തരും പൈസ പോയതും കിട്ടിയതും ട്രേഡ് ചെയ്തിട്ട്. പിന്നെ പണ്ടേ മുതലേ ഷെയറിനോട് താല്പര്യമുള്ള അതാണ് കാക്ക്. എനിക്ക് ചിലപ്പോൾ ഞാൻ ഉണ്ടാണ്ടിരിക്കേ അപ്പൊ പറയും, ആ ഇന്ന് കാശ് പോയില്ല. ഇല്ലില്ല, ഞാൻ ഇതേവരെ അങ്ങനെ വെക്കാനങ്ങനെ ഇതാക്കിയിട്ടില്ല ഒരിക്കലും. പിന്നെ ചിലപ്പോൾ പിന്നെ ആദ്യമൊക്കെ ചില സമയത്ത് എനിക്കിങ്ങനെ അതിലിരിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകാം, അതിപ്പോൾ പോകാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ശേഷം പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യം ചെറിയൊരു ഇത് തോന്നും. പിന്നെ ഇപ്പോൾ അത് അതിനോട് യൂസായി. അപ്പോൾ എനിക്ക് പറ്റാവുന്ന സ്ഥലത്ത് ഞാൻ അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ്, മക്കളായാലും എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്.